അപ്പോൾ ജോബി, നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തത് യൂണിഫോം മോഷൻസിൻ്റെ എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒറ്റ യൂണിഫോം മോഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു കോമ്പിനേഷൻ ഓഫ് യൂണിഫോം മോഷൻസ്. ഓക്കെ, അപ്പോൾ ഞാനത് ആ പ്രോബ്ലം ആദ്യം കാണിച്ചു തരാം. ഇതാണ് പ്രോബ്ലം. എ പാർട്ടിക്കിൾ starting from x equal to 0 moves with a velocity of 5 meters per second for 3 seconds. It then stops moving for another 3 seconds. Next, it returns to the starting position in 5 seconds with a constant velocity. അപ്പോൾ ഇവിടെ 3 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്സിൽ 3 സെക്കൻഡിന് മൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത 3 സെക്കൻഡ് അത് അനങ്ങാതിരിക്കുന്നുണ്ട് ആ പാർട്ടിക്കിൾ. പിന്നെ അടുത്ത 5 സെക്കൻഡിന് അത് തിരിച്ചു പോവാണ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക്. 5 സെക്കൻഡിനുള്ളിൽ തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഫോർ ദി എൻറ്റയർ മോഷൻ? വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ ദി എൻറ്റയർ മോഷൻ? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ മോഷൻ? വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ 10 സെക്കൻഡ്സ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം എടുക്കാം, ആദ്യത്തെ 3 സെക്കൻഡിന്റെ ഭാഗം. ഓക്കെ, അപ്പോൾ ഫോർ t is equal to 0 to t is equal to 3 seconds. ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വി ആവറേജ്. വി ആവറേജ് ഇവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ചെയ്തുകൊണ്ട് വി ആവറേജിനെ ഞാൻ വി തന്നെ എഴുതാൻ പോകണം. വി ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്? ആദ്യത്തെ 3 സെക്കൻഡിന് ഇപ്പം നമുക്ക് മൂന്നാമത്തെ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെന്ന് വയ്ക്കാം. അപ്പം നമ്മൾ ഡെൽറ്റ എക്സ് എങ്ങനെ എഴുതും? ഡെൽറ്റ എക്സിനെ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x3, അതായത് ഫൈനൽ പൊസിഷൻ, മൂന്നാമത്തെ സെക്കൻഡിലത്തെ പൊസിഷനാണ് ഫൈനൽ പൊസിഷൻ നമ്മൾ വിളിക്കുന്നത്. അത് x3 എന്നാണ്. മൈനസ് ഇനീഷ്യൽ പൊസിഷൻ x ഈക്വൽ ടു 0 ആണ്. അതായത് ടൈം t ഈക്വൽ ടു 0ത്തെ പൊസിഷൻ x ഈക്വൽ ടു 0 ആണ്. അപ്പൊ x3 മൈനസ് x0 ഈസ് ഈക്വൽ ടു v ഇൻറ്റു ഡെൽറ്റ ടി. ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പൊ 5 ഇൻറ്റു delta t. Delta t is t minus 0. Starting time 0 അല്ലേ? t minus 0 equal to 5 into t. t എന്താണ്? 3 സെക്കൻഡ് ആണ്. അപ്പോൾ 5 into 3 is equal to 15 meters. അപ്പോൾ x3 x0 0 ആണ് കേട്ടോ. x0 0 ആണ്. അപ്പോൾ x3 മൈനസ് x0 പറഞ്ഞാൽ x3 തന്നെ. x3 മൈനസ് 0 ഇസ് ഇക്വൽ 15. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡിലുള്ള പൊസിഷൻ 15 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഫോർ t is equal to 3 seconds to t is equal to 6 seconds, അടുത്ത 3 സെക്കൻഡിലത്തെ ഭാഗം. ഇവിടെ ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇറ്റ് സ്റ്റോപ്സ് മൂവിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് 0 ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി എന്തെന്നെ ആയാലും ശരി, ആ ഭാഗത്തിലത്തെ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമുക്കിപ്പോൾ 6ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷൻ കണ്ടുപിടിക്കണമെന്ന് വെക്കാം. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x6, ഇതാണ് ഫൈനൽ പൊസിഷൻ, 6ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷൻ. 3 സെക്കൻഡ് ഫസ്റ്റ് ഭാഗം, പിന്നെ അടുത്ത 3 സെക്കൻഡിൽ അത് അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ആ അടുത്ത 3 സെക്കൻഡിന്റെ അവസാനത്തെ സെക്കൻഡാണ് 6ാമത്തെ സെക്കൻഡ്. അപ്പോൾ x6 മൈനസ് x3 is equal to 0. കാരണം അത് സ്റ്റാറ്റിക് ആണ്, വെലോസിറ്റി ഇല്ല, 0 ആണ്. അപ്പോൾ x6 is equal to x3
ഈക്വൽ ടു 15 മീറ്റേഴ്സ്. കാരണം x3 15 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആറാമത്തെ സെക്കൻഡിലും അതേ പൊസിഷനാണ് 15 മീറ്റേഴ്സ്. ഇനി ലാസ്റ്റ് ഭാഗം ഫോർ t ഈസ് ഈക്വൽ ടു 6 seconds ടു അടുത്ത 5 സെക്കൻഡിൽ അത് തിരിച്ചു പോവാണല്ലോ. അപ്പോൾ 6 സെക്കൻഡ് കഴിഞ്ഞു, പിന്നെ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ 11 സെക്കൻഡായി. അപ്പോൾ ഫോർ t ഈസ് ഈക്വൽ ടു 6 seconds ടു t ഈസ് ഈക്വൽ ടു 11 seconds. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു v ഇൻറ്റു ഡെൽറ്റ ടി. വെലോസിറ്റി തന്നിട്ടില്ല നമുക്ക്, 5 സെക്കൻഡിൽ തിരിച്ച് എത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താണ് ആ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡെൽറ്റ എക്സ്, അതായത് നമുക്ക് 11ാമത്തെ സെക്കൻഡും 6ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x11 11ാമത്തെ സെക്കൻഡ്, അതാണ് ഫൈനൽ പൊസിഷൻ. സ്റ്റാർട്ടിംഗ് പൊസിഷൻ 6ാമത്തെ സെക്കൻഡ്, അപ്പോൾ x6 ഇസ് ഈക്വൽ ടു v നമുക്ക് തന്നിട്ടില്ല ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ, ഏത് സമയം തമ്മിലുള്ള ടൈം ഇൻ്റർവെലാണ്? 11ാമത്തെ സെക്കൻഡും 6ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ, അതായത് 11 മൈനസ് 6. അപ്പോൾ x11 നമുക്ക് തന്നിട്ടുണ്ട്. എന്താണത്? സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ x11 സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താണ്? x ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x11 വന്നിട്ട് 0 ആണ്. x6 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 15 മീറ്റേഴ്സ്. സോ 0 മൈനസ് 15 ഈസ് ഈക്വൽ ടു v ഇൻറ്റു 11 മൈനസ് 6 5. അപ്പോൾ വെലോസിറ്റി, അതായത് ആ ലാസ്റ്റ് ഭാഗത്തിലത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു മൈനസ് 15/5 ഈക്വൽ ടു മൈനസ് 3 meters per second. അപ്പോൾ ഈ ലാസ്റ്റ് ഭാഗത്തിൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്. എന്താ കാരണം? അത് തിരിച്ചു വരികയാണ്, അത് തിരിച്ച് 0യിലേക്ക് പോകുന്ന കാരണം മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ 3 ഭാഗത്തിലത്തെയും വെലോസിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞു, പിന്നെ പൊസിഷൻസ് ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാം. What is the equation of motion of the particle for the entire motion? See, equation of motion എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് എക്സിനെ എക്സും ടിയും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല കിട്ടണം. ഓരോ ഭാഗത്തിനും എക്സും ടിയും കണക്ട് ചെയ്യുന്ന ഫോർമുല വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമുലേനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എന്താ അറിയോ? ഇതെങ്ങനെ എക്സ് ഓഫ് ടി എന്ന് എഴുതും, എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് എഴുതും. സി, എന്താണ് ഫംഗ്ഷൻസ് എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാൽക്കുലസിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി വെച്ചിട്ട് എക്സിനുള്ള ഒരു ഫോർമുല എന്ന് മനസ്സിലാക്കിയാൽ മതി. ടി വെച്ചിട്ട് എക്സിനുള്ള ഫോർമുല. ഇതിനെ വായിക്കണത് എങ്ങനെ അറിയോ? എക്സ് ഓഫ് ടി എന്നാണ് വായിക്കുക കേട്ടോ. ഇത് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ടി എന്ന് വിചാരിക്കണ്ട. ഈ ബ്രാക്കറ്റിലെ എക്സിനെ ടി കൊണ്ട് ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കണ്ട. ഇതിനെ വായിക്കേണ്ടത് എക്സ് ഓഫ് ടി, എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഇപ്പോൾ തൽക്കാലം ടി വെച്ചിട്ട് എക്സിനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഫോർമുല ഈ 3 ഭാഗത്തിനും കിട്ടണം. അപ്പോൾ ശരി, ഇവിടെ ഞാൻ ഡെൽറ്റ എക്സ് ഈക്വൽ ടു വി ഡെൽറ്റ ടി ചെയ്തിട്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഞാൻ 3ാമത്തെ സെക്കൻഡും 0 സെക്കൻഡും എടുത്ത്. ഇപ്പം ഞാൻ 3ാമത്തെ സെക്കൻഡും 0 സെക്കൻഡും എടുക്കുന്നതിന് പകരം ഒരു ജനറൽ ടി, അതായത് ടി=0 മുതൽ ടി=3 വരെയുള്ള ഒരു ജനറൽ ടി എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഡെൽറ്റ എക്സിനെ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് x0 പറഞ്ഞാൽ ടൈം t=0 പൊസിഷൻ, എക്സ് മൈനസ് x0 ഈസ് ഈക്വൽ ടു v നമുക്ക് തന്നിട്ടുണ്ട് 5 meters per second. 5 ഇൻറ്റു t മൈനസ് 0. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്? ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ. ഇവിടെ ഞാൻ ടീനെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഇവിടെ 5 ഇൻറ്റു 3 15 കിട്ടിയത്. ഇപ്പം ഞാനിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഡെൽറ്റ എക്സ് ഒരു ജനറൽ ടൈമിന് കിട്ടണം. ഏത് ജനറൽ ടൈം? 0 മുതൽ 3 വരെയുള്ള ജനറൽ ടൈമിന്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു x0 0 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ടി. ഇതാണ് ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. t=0 മുതൽ t=3 സെക്കൻഡ് വരെയുള്ള ഈ പാർട്ടിക്കിളിന്റെ
ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു 5t ആണ്. ഓക്കെ, ഇവിടെയോ? ഇവിടെ ഞാൻ ഡെൽറ്റ എക്സ്, ഇത് വളരെ സിമ്പിളാണ്. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x3. ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം 3 ആണ്. അപ്പോൾ ആ സമയത്തിലത്തെ പൊസിഷനെയാണ് ഞാൻ x3 എന്ന് വിളിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വരെയുള്ള ഏതൊരു സമയത്തിനെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ് മൈനസ് x3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു x3 ഇസ് ഈക്വൽ ടു 15 നമുക്ക് അറിയാം. അപ്പൊ ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 15. ഇവിടെ ടി ഇല്ല, അതിൽ ടി ഇല്ല, കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റി സീറോ വെലോസിറ്റി ആയതുകൊണ്ട് ഇവിടെ ടി വരുന്നില്ല. എന്നാലും ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ, അതായത് എക്സ് ഒരു ടി വെച്ചിട്ട് എക്സിന്റെ ഫോർമുല, ടീന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടി ആവശ്യമില്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ ടി വരുന്നില്ല. അപ്പോൾ ഇത് ഈ ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി ലാസ്റ്റ് ഭാഗത്തിലത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെയും ഞാൻ ഇവിടെ ചെയ്ത മാതിരി എന്താ ചെയ്യാൻ പോണത്? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സ്റ്റാർട്ടിംഗ് ടൈം 6 ആണ് കേട്ടോ. അപ്പോൾ x6 എന്ന് എഴുതും. ഇസ് ഈക്വൽ ടു വി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ -3 ഇൻറ്റു, ഞാനിവിടെ ടി ഈക്വൽ ടു 11 ഇടുന്നില്ല, ഒരു ജനറൽ ടൈം. ഏത് ജനറൽ ടൈം? 6ാമത്തെ സെക്കൻഡ് മുതൽ 11ാമത്തെ സെക്കൻഡ് വരെയുള്ള ഒരു ജനറൽ ടൈം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ. ടി മൈനസ് സ്റ്റാർട്ടിംഗ് ടൈം 6. അപ്പോൾ എക്സ് മൈനസ് x6 എന്താണ്? x6 15 ആണ്. എക്സ് മൈനസ് 15 ഇസ് ഈക്വൽ ടു -3t. -3 ഇൻറ്റു -6 ഇസ് +18. അപ്പോൾ ഈ -15 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു -3t പ്ലസ് 18 പ്ലസ് 15. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3t, 18 പ്ലസ് 15 33. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തിലത്തെ ഈ പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇതാണ്. അപ്പൊ നമുക്ക് ഓരോ ഭാഗത്തിലത്തെയും ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടി. ആദ്യത്തെ ഭാഗത്തിൽ x = 5t, രണ്ടാമത്തെ ഭാഗത്തിൽ x = 15, മൂന്നാമത്തെ ഭാഗത്തിൽ x = -3t + 33. അപ്പോ നമുക്കിതെല്ലാം കൂടി എഴുതണമെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ, ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ ഇങ്ങനെ എഴുതാം. x = 5t 15 -3t plus 33. ഇത് 0 to 3. ഇത് 3 to 6. ഇത് 6 to 11. അപ്പോൾ നമ്മൾ മൂന്ന് ഭാഗത്തിലത്തെയും ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതി. ഇതാണ് ഇതിന്റെ ടോട്ടൽ ഇക്വേഷൻ ഓഫ് മോഷൻ. x = 5t ഫോർ 0 to 3, 15 ഇവിടെ t വരുന്നില്ല, 3 to 6, -3t + 33 ഫോർ 6 to 11. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഭാഗം നോക്കാം. അതായത് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഫോർ ദ എൻറ്റയർ മോഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ ദി എൻറ്റയർ മോഷൻ? ഓക്കെ, അപ്പൊ അത് ഞാൻ അടുത്ത പേജിൽ ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഫോർ ദ എൻറ്റയർ മോഷൻ? എൻറ്റയർ മോഷൻ്റെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഒരു ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യുക? ഡെൽറ്റ എക്സ് = v average into delta t.
ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളൊരു വി ആവറേജിനെ പറ്റി സംസാരിക്കണം? കാരണം മൊത്തം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 3 സെക്കൻഡിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്, പിന്നെ അടുത്ത 3 സെക്കൻഡിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് 0 വെലോസിറ്റി, പിന്നെ അടുത്ത 5 സെക്കൻഡിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ മൊത്തം മോഷൻ എടുക്കണമെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ഓരോ ഭാഗത്തിലും ഓരോ വെലോസിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് മൊത്തം മോഷനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റുക? ഒരു ആവറേജ് വെലോസിറ്റിനെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ മൊത്തം മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് ടൈം എന്താണ്? 0 ആണ് അല്ലേ? സ്റ്റാർട്ടിംഗ് പൊസിഷനും 0 ആണ്, സ്റ്റാർട്ടിംഗ് ടൈമും 0 ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഫോർ ദി എൻറ്റയർ മോഷൻ എന്തായിരിക്കും? ഫൈനൽ ടൈം എന്താണ്? 11 ആണ്. t=11 ആണ് ഫൈനൽ ടൈം. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എൻറ്റയർ മോഷന് x11 മൈനസ് x0 ആണ്. ഇതെന്താണത്? ഇത് 0 ആണ്. കാരണം x11 x0 തന്നെയാണ്. കാരണം അത് തിരിച്ചുപോയി 11ാമത്തെ സെക്കൻഡ് ആയപ്പോൾ അത് തിരിച്ച് x=0 വന്നു. അപ്പൊ ഇത് 0 ആണ്. അപ്പോ ദിസ് ഇസ് ഈക്വൽ ടു വി ആവറേജ് ഇൻടു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 11 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത് വളരെ, ഇപ്പൊ ഇവിടെ എന്താണ് വി ആവറേജ്? വി ആവറേജ് 0 ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് നോക്കുക. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ആണ് നോക്കുക. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് അത് ആവറേജ് വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഓക്കെ, എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ? നമ്മൾ നമ്മുടെ പഴയ പേജിൽ പോയി നോക്കാം. ഇതാ നമ്മൾ ആദ്യത്തെ 3 സെക്കൻഡിൽ 15 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 3 സെക്കൻഡിൽ എവിടെയും പോയിട്ടില്ല. പിന്നെ അടുത്ത 5 സെക്കൻഡിൽ തിരിച്ചൊരു 15 മീറ്റർ ട്രാവൽ ചെയ്തു. നല്ല തിരിച്ച് x=0 വരുള്ളൂ. അപ്പോൾ മൊത്തം ട്രാവൽ ചെയ്തത് ആദ്യത്തെ 3 സെക്കൻഡിൽ 15, പിന്നെ അവസാനത്തെ 5 സെക്കൻഡിൽ 15, മൊത്തം 15 30 മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് is equal to 15 plus 0, അതായത് നടുവിലത്തെ ഭാഗം എവിടെയും പോണില്ല, 0 പ്ലസ് വേറൊരു 15, മൊത്തം 30 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 30 മീറ്റർ ആണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ മോഷൻ? ഓക്കെ, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ മോഷൻ? ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് speed equal to total distance by time. Total time എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം. ഇതെന്താണത്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 30. ടോട്ടൽ ടൈം എത്രയാണ്? 11 സെക്കൻഡ് അല്ലേ? അപ്പോൾ 30/11 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ഇതിന്റെ ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി 0, ആവറേജ് സ്പീഡ് വന്നിട്ട് 30/11 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഓക്കെ, 30/11 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3. 33/11 എന്ന് പറഞ്ഞാൽ 3 കിട്ടില്ലേ? അപ്പൊ ലെസ് ദാൻ 3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് ആവറേജ് സ്പീഡ്. ഇനി വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഫോർ 10 സെക്കൻഡ്സ്? ഓക്കെ, ആവറേജ് വെലോസിറ്റി ഫോർ 10 സെക്കൻഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ പൊസിഷനും 10ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷനും അറിയണം. എന്നാലും നമുക്ക് 10ാമത്തെ സെക്കൻഡിലത്തെ പൊസിഷനും ആദ്യത്തെ x=0 തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് സമയം നമുക്കറിയാം 10 സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. 10 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഡെൽറ്റ എക്സ് is equal to v average, അതായത് ഇത് 10 സെക്കൻഡ്സിനുള്ള ആവറേജ് ആണ് കേട്ടോ, ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്. ഇവിടെ ഡെൽറ്റ ടി 10 സെക്കൻഡാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു വി
ആവറേജ് ഇൻറ്റു 10. പക്ഷെ നമുക്ക് ഇതറിയണം. എന്താണിത്? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ x10 മൈനസ് x0. x0 അറിയാം, x0 0 ആണ്. x10 നമ്മൾ അറിയില്ല, നമുക്കറിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമ്മൾ അവസാനത്തെ ഭാഗത്തിലത്തെ വെലോസിറ്റി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? -3 meters per second എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാ അവസാനത്തെ ഭാഗത്തിലെ വെലോസിറ്റി -3 meters per second ആണ്. അപ്പൊ നമുക്ക് അവസാനത്തെ ഭാഗത്തില് 10, അതായത് 6ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ എത്ര പോയി എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്യാം. x10 മൈനസ് x6 is equal to, ഇത് ഡെൽറ്റ എക്സ്, ഇത് ഈ ഡെൽറ്റ എക്സ് വേറെ, ഈ ഡെൽറ്റ എക്സ് വേറെ. ഇത് 10ാമത്തെ സെക്കൻഡും 6ാമത്തെ സെക്കൻഡും തമ്മിലുള്ള ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് is equal to x10 മൈനസ് x6 is equal to, ഈ 6ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. 6ാമത്തെ സെക്കൻഡ് മുതൽ 11ാമത്തെ സെക്കൻഡ് വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതെന്താണ്? വെലോസിറ്റി -3 meters per second ആണ്. എത്ര സെക്കൻഡിലാണ് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്? 10ഉം 6ഉം തമ്മിലുള്ള സമയത്തിൽ. 10 മൈനസ് 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, 10 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 into 4. അപ്പോ x10 മൈനസ് x6 is equal to -3 into 4. അപ്പൊ x10 is equal to x6 minus 3 into 4, 12. x6 നമുക്ക് അറിയാം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണത്? x6 പറഞ്ഞിട്ട് 15 മീറ്റേഴ്സിലാണ്. x6 15 മീറ്റേഴ്സ് ആണ്. അപ്പോ x10 is equal to 15 minus 12, 3 meters. അതായത് 10ാമത്തെ സെക്കൻഡിൽ അത് 3 മീറ്ററിലാണ് ഇരിക്കുന്നത്. 1 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ അത് 0-ലെത്തും, തിരിച്ചെത്തി. 10ാമത്തെ സെക്കൻഡിൽ അത് 3 മീറ്റർ, അതായത് ഒറിജിനിൽ നിന്ന് 3 മീറ്റർ ദൂരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ അറ്റ് 10 seconds is 3 meters. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോ ഇവിടുന്ന് ഇത് ഞാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്താണ്. അപ്പോൾ x10 മൈനസ് x0, ഞാൻ ഈ തന്നെ ഞാൻ എഴുതണം കേട്ടോ, ഈക്വൽ ടു x10 എന്താണ്? 3, x0 എന്താണ്? 0, is equal to v average into 10. അപ്പൊ v average, അതായത് 10 സെക്കൻഡിലത്തെ ആവറേജ് കേട്ടോ, ഈക്വൽ ടു 3/10 ഈക്വൽ ടു 0.3 meters per second. ഓക്കെ, അപ്പോ ആദ്യത്തെ 10 സെക്കൻഡിലത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0.3 meters per second ആണ്. ഇതേമാതിരി പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, ഇതേമാതിരി കോമ്പിനേഷൻ ഓഫ് യൂണിഫോം മോഷൻസിൽ ഒരു ഭാഗത്തിൽ ഇത്ര കോൺസ്റ്റന്റ് വെലോസിറ്റി, വേറൊരു ഭാഗത്തിൽ ഇത്ര കോൺസ്റ്റന്റ് വെലോസിറ്റി, വേറൊരു ഭാഗത്തിൽ ഇത്ര കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ എന്നിട്ട് ചോദിക്കും അതിന്റെ നടുവിൽ ഏതെങ്കിലും ഒരു സമയം എടുത്തിട്ട് എന്താണ് ആ സമയത്തിലത്തെ ആവറേജ് വെലോസിറ്റി എന്ന് ചോദിക്കും. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് കാണാം. ഇതാ ഗ്രാഫ്. ഓക്കെ, ആദ്യത്തെ 3 സെക്കൻഡില് ആദ്യത്തെ 3 സെക്കൻഡ് ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? എക്സ് വന്നിട്ട് 3, എക്സ് എന്ന് പറഞ്ഞ ടി വന്നിട്ട് 3, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണ് നമ്മുടെ വൈ കോർഡിനേറ്റ്, പൊസിഷൻ 15. ഇത് 6, 15. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 സെക്കൻഡില് അത് 15 മീറ്റേഴ്സിൽ പോയി. അടുത്ത 3 സെക്കൻഡ്, 6ാമത്തെ സെക്കൻഡ് വരെ അത് എവിടെയും പോകില്ല, 15 മീറ്റേഴ്സിൽ തന്നെയാണ്. പിന്നെ അടുത്ത 5 സെക്കൻഡില് അത് തിരിച്ച് x = 0 വന്നു.
വെലോസിറ്റി നോക്കുകയാണെങ്കിലോ ആദ്യത്തെ 3 സെക്കൻഡിൽ 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഓക്കെ, ഇത് 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലല്ല സോറി അതന്നെ 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അടുത്ത 3 സെക്കൻഡിൽ 0 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, 0 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. പിന്നെ അടുത്ത 5 സെക്കൻഡിൽ -2 -3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇനി നമുക്കിനി ഇതിന്റെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ 3 സെക്കൻഡ് വരെ അത് 5 സെക്കൻഡിൽ പോയി. പിന്നെ അടുത്ത 3 സെക്കൻഡ് ഈ പോയിന്റ് മാറുന്നുണ്ട്, പക്ഷെ കാർ എവിടെയും പോകണില്ല. പിന്നെ അടുത്ത 5 സെക്കൻഡിൽ തിരിച്ചത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യത്തെ 3 സെക്കൻഡിൽ അത് 5 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ 15 വരെ പോയി. അടുത്ത 3 സെക്കൻഡിൽ എവിടെയും പോകണില്ല. പിന്നെ അത് തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുന്ന സ്പീഡും ആദ്യത്തെ സ്പീഡും നമുക്ക് കണ്ടെത്താൻ മനസ്സിലാവും. ഇത് ഇത്തിരി സ്ലോ ആണ്, കാരണം ഇത് 3 മീറ്റർ പെർ സെക്കൻഡിൽ, അതായത് -3 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ഇത് പോണത്. ഒന്നും കൂടെ കാണിച്ചില്ല. ഇതിൽ ഇത്തിരി വേഗത്തിൽ പോകുന്നുണ്ട് അല്ലേ. 0 നിന്ന് 15 സെക്കൻഡ് വരെ ഇത്തിരി വേഗത്തിൽ പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന സ്പീഡ് നോക്കിക്കോളൂ, അത് ഇത്തിരി മെല്ലെയാണ്, കാരണം അത് -3 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. കാറ് നിന്നപ്പോൾ തിരിയുണ്ടല്ലോ എവിടെ? ആ 15 മീറ്ററിൽ കാർ നിന്നപ്പോൾ തിരിയുണ്ടല്ലോ. അത് സാരമില്ല ജോബി, അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ അല്ലേ? ഇതിനെപ്പറ്റി ജോബി ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ നിന്നപ്പോൾ തിരിയണത്. ജോബി, ഞാൻ അന്നും അപ്പോഴും ഞാൻ പറഞ്ഞ ആൻസർ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മുടെ കാർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്നൊന്നുമില്ല. ശരിക്കും പറയാൻ ഞാൻ കാറിന് പകരം വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വെറുതെ ഇങ്ങനെ ഒരു ഒരു സ്ക്വയർ കട്ട വേണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഒരു ചന്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാറ് വരച്ചിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കാറിനെ എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് തിരിയാതെ ഇങ്ങനെ റിവേഴ്സിൽ അങ്ങനെയും കാണിക്കായിരുന്നു, ഇങ്ങനെ റിവേഴ്സിൽ വരണ മാതിരി. അപ്പോൾ ഇതിനെ പറ്റി ബോധർ ചെയ്യണം, കാരണം നമ്മുടെ ശരിയായ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ശരിയായ ഓബ്ജക്റ്റ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു പോയിന്റ് ഒബ്ജക്റ്റിന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക ഒന്നുമില്ല. കാരണം എന്താണ്, അതിന് വോളിയം ഇല്ല, അതിന് സൈസ് ഇല്ല. പക്ഷേ ഇവിടെ ഈ ഗ്രാഫിലും വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഇതിന്റെ വെലോസിറ്റി ആദ്യത്തെ 3 സെക്കൻഡിൽ 3 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്, അല്ല 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. പെട്ടെന്നാണ് അത് 0യിലേക്ക് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ആദ്യത്തെ 3 സെക്കൻഡിൽ 5 മീറ്റേഴ്സ് പെർ സെക്കൻഡ് പെട്ടെന്ന് ഡീം എന്ന് പറഞ്ഞിട്ട് 0 മീറ്റേഴ്സ് ആയി. പിന്നെ 6ാമത്തെ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഡീം എന്ന് പറഞ്ഞിട്ട് -3 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇത് ആർട്ടിഫിഷ്യലാണ് അല്ലേ. നമ്മൾ എത്ര ആഞ്ഞ് ചവിട്ടി പിടിച്ചാലും ബ്രേക്ക് ചവിട്ടി പിടിച്ചാലും പെട്ടെന്ന് 0യിലേക്ക് വരില്ല. അതേമാതിരി നമ്മൾ എന്ത് ആക്സിലറേഷൻ കൊടുത്താലും, ഇപ്പോൾ ഫോർമുല റേസിംഗ് കാർ ആയാലും കൂടെ, ഒരു ഫോർമുല റേസിംഗ് കാറിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആക്സിലറേഷന്. എന്തിനാ, നമ്മുടെ ബാറ്റ്മാന്റെ കാറും കൂടി ഇത്ര പെട്ടെന്ന് ആക്സിലറേറ്റ് ഇല്ല. ബാറ്റ്മൊബൈലോ? അതന്നെ, ആ ബാറ്റ്മൊബൈലും കൂടി അത് റോക്കറ്റ് പവേർഡ് അല്ലേ, അതും കൂടി ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇൻഫിനിറ്റ് ആക്സിലറേഷൻ. അത് ഇവിടുന്ന് ഇങ്ങനെ 0 നിന്ന് പെട്ടെന്ന് -3 മീറ്റേഴ്സിലേക്ക് പോകാൻ ഇൻഫിനിറ്റ് ആക്സിലറേഷൻ. അപ്പോൾ ബാറ്റ്മൊബൈലും കൂടി ഇങ്ങനെ ഇത്ര വലിയ ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്. അതിനെപ്പറ്റി നമ്മൾ കാൽക്കുലസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ആർട്ടിഫിഷ്യാലിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കും. എന്താണ് ഈ ഇതേമാതിരിയുള്ള ഗ്രാഫോ ഇതേമാതിരിയുള്ള ഗ്രാഫോ അത് അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഗ്രാഫിന്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കാൽക്കുലസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. ഇപ്പൊ തൽക്കാലം ഈ കാർ നിന്നപ്പോൾ തിരിയണതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട. അത് ഞാൻ പറഞ്ഞില്ലേ, പോയിന്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ഇതേമാതിരി ഇത്തിരി കൂടെ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.